ഇതാണ് തൃശ്ശൂർക്കാരുടെ പ്രിയപ്പെട്ട കുമ്പളങ്ങയും ചിക്കൻ റെസിപ്പിയായിട്ട് വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള വിഭവമാണ് തൃശ്ശൂർക്കാരുടെ കുമ്പളങ്ങയും ചിക്കൻ. നമ്മളതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലൊരു 3 സ്പൂണ് എണ്ണ ഒഴിച്ചു. അതിലേക്ക് 1 സ്പൂണ് കടുക് ഇട്ടു. കടുകൊന്ന് പൊട്ടി വരണം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ 2 വറ്റൽമുളക്, രണ്ടില വേപ്പില ഇത്രയും ഇട്ട് ഒന്ന് ഇളക്കുക. അധികം നേരമൊന്നും വേണ്ട, ഒന്ന് ഇളക്കിയാൽ മതി, 2 സെക്കൻഡ്. അതിനുശേഷം അതിലേക്കൊരു 3-4 വെളുത്തുള്ളി അല്ലി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും ഇടുക. വീണ്ടും ഈ പറഞ്ഞ പോലെ അതൊന്ന് ഇളക്കുക. ഒരു 2-3 സെക്കൻഡ് ഒന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 5-10 ചെറിയ ഉള്ളി നടുകെ കീറിയിട്ടുള്ള ചെറുള്ളി ഇതിനകത്തേക്ക് ഇടാം. ചെറിയ ഉള്ളി തന്നെ ഇടാൻ ശ്രദ്ധിക്കുക. സവോള കഴിയുന്നതും ഒഴിവാക്കുക. ഇത്തിരി നിവൃത്തി ഇല്ലെങ്കിൽ മാത്രം നിങ്ങളുടെ സവോള എടുത്താൽ മതി. കാരണം ചെറിയ ഉള്ളിയാണ് ഇതിനകത്ത് ഒരു സ്വാദുണ്ടാക്കുന്ന ഒരു കാര്യം. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരാനായിട്ട്, പെട്ടെന്ന് എളുപ്പത്തിൽ മൂത്ത് വരാനായിട്ട് 1 സ്പൂണ് ഉപ്പ് അതിനകത്തേക്ക് ചേർക്കാം. ഉപ്പ് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചേർക്കാം. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കും. ഒരു 2 സ്പൂണ് മല്ലിപ്പൊടിയും ചേർക്കും. മല്ലിപ്പൊടി ഒരു 2 സ്പൂണായാലും കുഴപ്പമില്ല. കാരണം ഇതിൽ മല്ലിപ്പൊടി കുറച്ചൊന്ന് കൂടി നിന്നുകൊണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒരു 1/2 സ്പൂണ് മുളക് പൊടി, ചിക്കൻ മസാല ഒരു 2 സ്പൂൺ, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരണം. അതിന് വേണ്ടിയിട്ട് നന്നായി ഒന്ന് ഇളക്കുക. പൊടികളൊന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഒരു തക്കാളി ക്യൂബായിട്ട് അരിഞ്ഞത്, അത് വെന്തുടയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, ഒന്ന് ചൂടാക്കിയിട്ടാൽ മതി. ഒരു 4-5 പച്ചമുളക് നെടുക്കിയത്,
ഇത്രയും ഇട്ട് ഒന്ന് ഇളക്കുക. അതെല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ചിക്കൻ, ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുക്കുന്നുള്ളൂ. കാരണം ഞങ്ങൾ കഴിക്കാനുള്ള ആൾക്കാരും ആകെ 3 ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ചിക്കനോ അങ്ങനെയുള്ള കാര്യങ്ങളും ഇടുന്നില്ല. ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കുക. ആ മസാല ചിക്കനിലേക്ക് ഒന്ന് പെരളാൻ വേണ്ടിയിട്ടൊന്ന് വെക്കുക. അത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 250 ഗ്രാമോളം കഷ്ടി കുമ്പളങ്ങ ഉണ്ട്. കുമ്പളങ്ങ ഇട്ട് കൊടുക്കും. കുമ്പളങ്ങയാണ് നല്ലത്. ഇതിൽ വെള്ളരിക്കയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ വെള്ളരിക്കേക്കാൾ നല്ലത് കുമ്പളങ്ങ ഇടുന്നതാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഈ കുമ്പളങ്ങയിൽ നിന്നും അതുപോലെ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങുന്നതാണ്. അതുപോലെ തന്നെ രണ്ടും പെട്ടെന്ന് വേവുന്ന സാധനവുമാണ്. നന്നായി ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ അത് അടച്ചു ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കുമ്പളങ്ങയിൽ നിന്നും ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങുമെന്ന് പറഞ്ഞു. കാണാൻ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ആയിട്ട് വെന്തു എന്ന് പറയാൻ കുഴപ്പമില്ല. നന്നായിട്ടൊക്കെ വെന്തിട്ടുണ്ട്. കുമ്പളങ്ങ ഒന്നുകൂടി ആവണം. അത്രൂ. ഈ ഒരു പൊസിഷനിൽ ഇതിനകത്തേക്ക് ഒരു 1/2 സ്പൂണ് ഗരം മസാല ചേർക്കാം. അര സ്പൂൺ മതി. നമ്മൾ ചിക്കൻ മസാല ഓൾറെഡി ചേർത്തുള്ളത് കൊണ്ട് കൂടുതൽ വേണ്ട. മസാല ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളവും അധികം വേണ്ട. ഈ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളമാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. കുമ്പളങ്ങ ഞാൻ പറഞ്ഞു നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് കട്ടായി പോകുന്നു. അതിനർത്ഥം അത് വെന്തു എന്ന് തന്നെ. അപ്പോൾ അത് എന്നോടൊപ്പം തന്നെ ആ ചിക്കൻ കൂടി ഒന്നുകൂടി ഒന്ന് വേവണം. അധികം വെള്ളം ഒഴിക്കേണ്ട. ഒരു 1/2 കപ്പ് ധാരാളമാണ്. അടച്ചു വയ്ക്കുക. നന്നായി ഒന്ന് തിളച്ച് വരണം. അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് നെയ്യ്, നെയ്യ് ചേർത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് തേങ്ങ ചേർക്കും. ഞാൻ തേങ്ങ 1/4 പാൽ എടുത്തതിന് ശേഷം ബാക്കി വരുന്ന തേങ്ങ അരച്ചതാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 സ്പൂണോളം മഞ്ഞളും അതുപോലെ തന്നെ 1/4 സ്പൂണോളം ഉപ്പും ചേർത്തിട്ടുണ്ട്.
അത് ഞാൻ ഈ കറിയിൽ ചേർക്കും. ഇതിപ്പോൾ ഏകദേശം ഒരു മുറി തേങ്ങയുണ്ട്. ഒരു മുറി തേങ്ങ ഞാൻ നാമ്പാലെടുത്തതിന് ശേഷം ബാക്കിയുള്ള തേങ്ങയിൽ ആ തേങ്ങാപ്പീരെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ ഒരു 1/4 സ്പൂൺ മഞ്ഞളും 1/4 സ്പൂൺ ഉപ്പും ഇട്ടിട്ടുള്ള അരച്ചതാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഞാൻ അതിനൊപ്പം ആ മിക്സിയുടെ ജാറ് കൂടി ഒന്ന് കഴുകി ഇതിനകത്തേക്ക് ചേർക്കുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും. മിക്സിയുടെ ജാറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന തേങ്ങയൊക്കെ ഒന്ന് ഈ പറഞ്ഞ പോലെ ഒന്ന് ഇതിനകത്തേക്ക് ആവിച്ച് നന്നായി നടക്കാം. ആവശ്യത്തിന് വെള്ളമായി, ആവശ്യത്തിന് കൊഴുപ്പായി, കറി ഒന്ന് സൂപ്പറായിട്ട് വന്നു. ഈ ഒരു പൊസിഷനിൽ വേണമെങ്കിൽ കറി വാങ്ങി വയ്ക്കാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൽ വാങ്ങി വയ്ക്കാം. അല്ലെങ്കിൽ ഒരു ചെറിയ പണി കൂടി ബാക്കിയുണ്ട്, അതുകൂടി ചെയ്ത് മാറ്റി വയ്ക്കുന്നതാണ് കറിയുടെ പൂർണ്ണമായുള്ള സ്വാദിന് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് ഉപ്പ് നോക്കാം. കുറച്ച് ഉപ്പ് കൂടി വേണം. ഒരു 1/2 സ്പൂണ് ഉപ്പ് കൂടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് തിളച്ച് വരണം. ഒന്ന് അടച്ചു വയ്ക്കുക. തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. 2-3 മിനിറ്റ് അപ്പോഴേക്കും അത് തിളയ്ക്കും. അത് തിളച്ചു വന്നു. നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. ഇളക്കുക. ഇതിലേക്ക് നേരത്തെ ചെറിയ വെച്ച് തേങ്ങയുടെ 1/4 പാൽ ഒഴിച്ചു. ഒരു 1/2 മുറി തേങ്ങയുടെ 1/4 പാൽ എടുത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ 1/4 പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കുക. അധികം തിളയ്ക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇളക്കി കഴിഞ്ഞ് ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. കാരണം ഞാൻ പതിവ് പോലെ തന്നെ പറയുന്നു, ഇതൊരു മൺചട്ടിയാണ്. നാച്ചുറലി ഇതിലൊരു ചൂടുണ്ടാവും. ആ ചൂട് തന്നെ ഈ പറഞ്ഞ ഇതിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കുക. ഇളക്കി കഴിഞ്ഞാൽ അടച്ചു വയ്ക്കുക. തീ ഓഫ് ചെയ്യും. ഇത്രയേ ഉള്ളൂ കുമ്പളങ്ങ ചിക്കൻ കറി ഉണ്ടാകാൻ. താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുരുമുളക് കൂടി ഇതിന് മുകളിലേക്ക് വിതറും. അടച്ച് വെക്കണം എന്നില്ല. തീ ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ കുരുമുളക് പൊടി ഇട്ടാൽ മതി. അത് എരിവിനൊക്കെ അനുസരിച്ച് ഞാനിവിടെ ഒരു ഒരു 1/2 സ്പൂണോളം
കുരുമുളക് പൊട്ടിയിടുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി വിടുക. ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം ചെയ്യാൻ. ഒരിക്കലും തീ ഓണായി കിടക്കുന്ന സമയത്ത് ചെയ്യരുത് കേട്ടോ. ഇനി ഇത് അടച്ചു വയ്ക്കും. ഇത്രയേ ഉള്ളൂ കറി ഉണ്ടാക്കാൻ.